മധ്യ തെക്കൻ കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. ബംഗാൾ ഉൾക്കടലിലെ ചക്രവാത ചുഴിയും അറബിക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുമാണ് മഴ ശക്തമാകാനുള്ള കാരണം. വിവരങ്ങളുമായി ഇപ്പോൾ റാഫി കരീം കൊച്ചിയിൽ നിന്നും, സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്നും, മനീഷ് മഹിബാൽ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. ആദ്യം റാഫി കരീമിലേക്കാണ്. റാഫി, മധ്യ തെക്കൻ കേരളത്തിൽ മഴ കനക്കുമെന്നാണ് മുന്നറിയിപ്പ്. നിലവിൽ ഈ മധ്യ കേരളത്തിൽ മഴയുണ്ടോ? എന്തൊക്കെയാണ് വിവരങ്ങൾ റാഫി? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മധ്യ കേരളത്തിൽ ഇന്നലെ വൈകിട്ട് മുതൽ ഒറ്റപ്പെട്ട മഴയാണ് അനുഭവപ്പെടുന്നത്. മധ്യ കേരളത്തിൽ കോട്ടയം ജില്ലയിലും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയിലും എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിലും ഒപ്പം തന്നെ എറണാകുളം ജില്ലയുടെ അർബൻ മേഖലയിലും എല്ലാം തന്നെ ഇന്നലെ മുതൽ ഒറ്റപ്പെട്ട മഴയുണ്ട്. ഒപ്പം തന്നെ ശക്തമായ ഇടിമിന്നലും മേഖലയിൽ അനുഭവപ്പെടുന്നുണ്ട്. നിലവിൽ മഞ്ഞിരിക്കുന്നത് ഒപ്പം തന്നെ കോട്ടയം ജില്ലയിലും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മേഖലയിലാണ് പ്രധാനമായും മഴയുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് ജില്ലയിൽ അനുഭവപ്പെടുന്നത്. എറണാകുളം ജില്ലയുടെ മലയോര മേഖലയിലും ഒപ്പം തന്നെ ഇടുക്കി ജില്ലയുടെ പല ഭാഗങ്ങളിലും ശക്തമായ ഒറ്റപ്പെട്ട മഴ ഇന്നലെ മുതൽ അനുഭവപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെയും ഈ മേഖലയിൽ മഴയുണ്ടായിരുന്നു. ഒന്നിടവിട്ടുള്ള മഴയാണ് പ്രധാനമായുള്ളത്. അത് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ്. മഴയോടൊപ്പം തന്നെ ശക്തമായ ഇടിമിന്നലും ജില്ലയിൽ അനുഭവപ്പെടുന്നുണ്ട്. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും മഴയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ശക്തമായ ചൂട് അനുഭവപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ ജില്ലയിലും ഒപ്പം തന്നെ കോട്ടയം, ഇടുക്കി ജില്ലകളിലും അനുഭവപ്പെടുന്നത്. തൃശ്ശൂർ ജില്ലയുടെ മേഖലയിലും മലയോര മേഖലയിലും മഴ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഇന്നും മഴ തുടരുമെന്നുള്ള മുന്നറിയിപ്പാണുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴ ഇന്നും പല ഭാഗങ്ങളിലും ജില്ലയിലും ഒപ്പം തന്നെ കോട്ടയം, ആലപ്പുഴ, ഇടുക്കി, തൃശ്ശൂർ ജില്ലകളിലും ഉണ്ടാകുമെന്നുള്ളതാണ് നിലവിൽ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നുള്ള മുന്നറിയിപ്പ്. കോഴിക്കോട് നിന്ന് വിശദാംശങ്ങളുമായി സമീർ സി മുഹമ്മദ് കൂടി ചേരുകയാണ്. സമീറ, ഗുഡ് മോർണിംഗ്. വടക്കൻ കേരളത്തിൽ മലയോര മേഖലകളൊക്കെ ഒരുപാട് ഉള്ള സ്ഥലങ്ങളാണ്. കഴിഞ്ഞ ദിവസം തന്നെ വലിയ ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് നൽകിയിരുന്നത്. കനത്ത മഴയ്ക്കുള്ള സാധ്യത ചില മേഖലകളിൽ പ്രവചിക്കപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗുഡ് മോർണിംഗ് ഉന്മേഷ്, ക്രിസ്റ്റീന. തീർച്ചയായും അതിശക്തമായ ഒറ്റപ്പെട്ട മഴ കോഴിക്കോട് ജില്ലയിൽ ഉൾപ്പെടെ വടക്കൻ ജില്ലകളിലും ലഭ്യമാവുന്നുണ്ട്. കഴിഞ്ഞ 2 ദിവസങ്ങളായിക്കൊണ്ട് ചിലയിടങ്ങളിൽ നേരിയ തോതിലായിരുന്നുവെങ്കിൽ ചിലയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴ തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിക്കൊണ്ടുള്ള ജാഗ്രതാ നിർദ്ദേശവും ജില്ലാ ഭരണകൂടങ്ങൾ നൽകിയിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുള്ളത് 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതാണ് മലയോര മേഖലയെ സംബന്ധിച്ച് വലിയ ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം. മഴയ്ക്കൊപ്പം ഈ വിധത്തിലുള്ള കാറ്റ് കൂടി ഉണ്ടാകുമ്പോൾ മരങ്ങൾ കടപുഴകി വീഴാനും അതുപോലെ തന്നെ മരങ്ങൾ പൊട്ടി വീഴാനും ഒക്കെയുള്ള സാധ്യതയുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ജാഗ്രതാ നിർദ്ദേശമാണ് പ്രധാനമായും നൽകിയിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് എന്നുള്ള ഒരു വിവരം കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ട്. അത്തരം ഒരു സാഹചര്യത്തിൽ ഒഴിഞ്ഞ ഇടങ്ങളിൽ കളിക്കുന്നതും അതുപോലെ തന്നെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതും അങ്ങനെ ഈ ഇലക്ട്രിക് പോസ്റ്റുകളുടെയും അതുപോലെ അത്തരത്തിലുള്ള ഭാഗങ്ങളിൽ ഈ വളരെ വേഗത്തിൽ ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യതയുള്ള മേഖലകളിലൊന്നും തന്നെ കളിക്കുന്നതും അതുപോലെ തന്നെ വിശ്രമിക്കുന്നതും ഒക്കെ ഒഴിവാക്കണം എന്നുള്ള ഒരു പൊതുവായിട്ടുള്ള ഒരു നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ആ വിധത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. നിലവിൽ വലിയ രീതിയിലുള്ള അത്യാഹിത സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഒറ്റപ്പെട്ട കനത്ത മഴ ജില്ലയുടെയും അതുപോലെ തന്നെ വടക്കൻ ജില്ലകളിലെ വിവിധ ഇടങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഇന്ന് പുലർച്ചെ വരെയും ശക്തമായ മഴ കോഴിക്കോട് ജില്ലയിലും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് ഒരു അല്പം അറുതിയുണ്ട്. മറ്റ് തരത്തിലുള്ള അത്യാഹിത സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിശക്തമായ കാറ്റ് ഉണ്ടാകുന്ന ഒരു പശ്ചാത്തലത്തിൽ മത്സ്യത്തൊഴിലാളികളും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. തോണികളും അതുപോലെ തന്നെ ബോട്ടുകളൊക്കെ മറിയാനുള്ള ഒരു സാധ്യതയുണ്ട്. അത്തരമൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടങ്ങൾ നൽകുന്നുണ്ട്. ക്രിസ്റ്റീന, ഉന്മേഷ്. മനീഷ് മഹിബാൽ കൂടി ഇപ്പോൾ ചേരുന്നുണ്ട്. മനീഷ്, ഈ തിരുവനന്തപുരം, കൊല്ലം അങ്ങനെ തെക്കൻ ജില്ലകളിൽ മഴയുണ്ടോ നിലവിൽ? മനീഷ്. നിലവിൽ ഇന്നലെയൊക്കെ തന്നെ തെക്കൻ ജില്ലകളിൽ വലിയ രീതിയിൽ മഴയുണ്ടായിരുന്നു. പ്രത്യേകിച്ചും പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ മുതൽ മഴ മാറി നിൽക്കുന്നു എന്ന രീതിയാണുള്ളത്. പ്രത്യേകിച്ചും കേരളമടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ തുലാമഴ ഒക്ടോബർ മാസം അവസാനത്തോടെ വരിക എന്നത് ഒരു സ്വാഭാവികമായ സാധാരണ ഉണ്ടാകുന്നതാണ്. പക്ഷേ ഇത്തവണ ഈ തുലാവർഷത്തിന് മുൻപ് തന്നെ മഴ എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം ബംഗാൾ ഉൾക്കടലിന് മുകളിൽ നിലവിൽ ചക്രവാത ചുഴി രൂപപ്പെട്ടത് നിലവിൽ അത് അറബിക്കടലിന് മുകളിൽ അത് ന്യൂനമർദ്ദമായി എത്തി മഴ കൂടുതൽ കനക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. കേരളത്തിൽ 2 ദിവസങ്ങൾക്ക് ശേഷം തുലാവർഷം എത്തും.
ഒപ്പം തന്നെ ഇതിനോട് മുമ്പായി തന്നെ മഴ എത്തുന്നതാണ് നിലവിൽ കാണുന്നത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇത്തരം മഴയ്ക്ക് സാധാരണ മഴ മാത്രമായിരിക്കില്ല ഉണ്ടായിരിക്കുക, മഴയോട് കൂടി തന്നെ ഇടിമിന്നൽ കൂടി ഉണ്ടാകുന്നതാണ് ഇതിൽ ജാഗരൂകേണ്ട ആവശ്യം കേന്ദ്ര കാലാവസ്ഥാ ബോർഡ് കേന്ദ്രം അറിയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിലവിൽ തിരുവനന്തപുരം മുതൽ കോട്ടയം, ഇടുക്കി വരെയുള്ള ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട്, ഈ അലേർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിലും ഈ മഴ മുന്നറിയിപ്പുകൾ മാറി വരുന്നുണ്ട്. ഒപ്പം തന്നെ മണിക്കൂറിൽ 30 മുതൽ 40 വരെ കിലോമീറ്റർ സ്പീഡിൽ വേഗതയിൽ കാറ്റ് വീശാനുള്ള സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ്, കർണാടക തുടങ്ങിയ തീരങ്ങളിൽ ഈ ഫൈബർ പൊന്തുവള്ളങ്ങളല്ലാത്ത യാനങ്ങൾ അല്ലെങ്കിൽ വള്ളങ്ങൾ മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല എന്ന നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ തീരദേശത്തും മലയോര മേഖലയിലും ജാഗ്രത വേണം. ഒറ്റപ്പെട്ട ഇടിയോടുകൂടിയ മഴയ്ക്കുള്ള സാധ്യതയാണ് അടുത്ത 17-ാം തീയതി വരെ കേരളത്തിൽ കാണുന്നത്. കേരളത്തിൽ മാത്രമല്ല ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ തുലാവർഷം കൂടി 2 ദിവസങ്ങൾക്ക് ശേഷം എത്തുന്ന പ്രത്യേകത കൂടിയുണ്ട്. ഉന്മേഷ്. തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത് മനീഷ് മഹിപാലാണ്. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദും റാഫി കരീം കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകുകയായിരുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.